ഹായ് ഹലോ ഇന്ന് നമ്മൾ നിൽക്കുന്നത് പൂവാറിലാണേ. പൂവാർ ഐലൻഡാണ്. അപ്പോൾ കേരളത്തിലെ മനോഹരമായ പൂവാറിലേക്കാണ് നമ്മളിന്ന് എത്തിച്ചേർന്നിരിക്കുന്നത്. ഇവിടെ ഒരു അതിസുന്ദരമായ ഒരു ബോട്ടിംഗ് യാത്രയാണ് കേട്ടോ നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. പൂവാറിൻ്റെ മനോഹരതയിൽ ഒരു മനസ്സ് നിറയ്ക്കുന്ന ബോട്ടിംഗ് യാത്ര. അവിടെ മാംഗ്രോവ് കാടുകൾ, എലിഫൻറ്റ് റോക്ക്, ഗോൾഡൻ സാൻഡ് ബീച്ച് എന്നിവ നമുക്ക് കാണാം. അപ്പോൾ നമ്മൾ ബോട്ട് സഫാരി തുടങ്ങിയിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ചെയ്യുന്ന ബോട്ട് സഫാരി നടത്തുന്നത് സായ് ബോട്ട് ക്ലബ് പൂവാർ പ്രൈവറ്റ് ലിമിറ്റഡ് ആണ് കേട്ടോ. അവിടെ 7:30 മുതൽ 5:30 വരെയാണ് നമ്മളെ സമയം. നമുക്ക് 2 മണിക്കൂറാണ് ബോട്ടിംഗ് യാത്ര. അപ്പോൾ 4 പേർക്ക് അവർ നമ്മളെ കയ്യിൽ നിന്ന് മേടിച്ചത് 2500 രൂപയാണ് 2 മണിക്കൂർ ബോട്ടിംഗ് യാത്രയ്ക്ക് വേണ്ടിയിട്ട്. ഇവിടെ ഓരോ ബോട്ടും ക്ലബ്ബുകളുണ്ട്. നമ്മളെടുത്തത് നമ്മൾ ഇങ്ങനെ ബുക്ക് ചെയ്തിട്ടൊന്നും പോയതല്ല, ജസ്റ്റ് മോൻ്റെ പിറന്നാളിൻ്റെ അന്ന് ഒരു യാത്രയ്ക്ക് വേണ്ടി ഇറങ്ങിയതാണ്. അപ്പം ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചതിൻ്റെ ശേഷമാണ് പെട്ടെന്ന് തീരുമാനിച്ചത് എന്നാൽ നമുക്ക് പൂവാർ ഐലൻഡിലോട്ട് പോയാലോ എന്ന്. അങ്ങനെ ഞങ്ങൾ പോയി. അപ്പോൾ കോവളം പൂവാർ റോഡിലെത്തിയപ്പോൾ തന്നെ ഇവരുടെ കുറേ ഏജൻറ്റുകൾ അവിടെ നമ്മളെ പിക്ക് ചെയ്തതാണ് കേട്ടോ. സായ് ബോട്ട് ക്ലബ്ബിലേക്ക് കൊണ്ടുപോയി. അപ്പോൾ അവിടെ നിന്ന് നമുക്ക് ഒരു 2500 രൂപയ്ക്ക് ബോട്ടിംഗ് യാത്ര തന്നു. രാവിലെ 7:30 അവർ സ്റ്റാർട്ട് ചെയ്യുമെന്ന് പറഞ്ഞു. വൈകുന്നേരം 5:30 വരെ ഉണ്ട്. അപ്പോൾ ഈ ടൈമിനുള്ളിൽ എപ്പോൾ വേണമെങ്കിലും വരാം. നമുക്ക് 2 മണിക്കൂറാണ് ബോട്ടിംഗ് യാത്ര പറയുന്നത് കേട്ടോ. പാക്കേജുകളുടെ അടിസ്ഥാനത്തിൽ അത് വ്യത്യാസപ്പെടാം ചാർജ് കേട്ടോ. അപ്പോൾ ഒരേ ചാർജ് തന്നെ എപ്പോഴും നിൽക്കുന്നില്ല. അപ്പോൾ പൂവാർ ദ്വീപ് തിരുവനന്തപുരത്തു നിന്നുള്ള ഏകദേശം 27 കിലോമീറ്റർ ദൂരത്താണ് കേട്ടോ സ്ഥിതി ചെയ്യുന്നത്. ഇത് അറബിക്കടലിനെയും നെയ്യാർ നദിയുടെയും അതിർത്തിയാക്കി സ്ഥിതി ചെയ്യുന്ന ഒരു മനോഹരമായ തീരഗ്രാമമാണ്. പണ്ട് കാലത്ത് ഇത് പൂവഴി എന്ന പേരിലാണ് അത്രേ അറിയപ്പെട്ടിരുന്നത്. കാരണം ഈ പ്രദേശം വാണിജ്യത്തിന് അത്യന്തം പ്രധാനപ്പെട്ട മാർഗമായിട്ട് കണക്കാക്കിയിരുന്നു എന്നാണ് പറയുന്നത്. കാടുകളിൽ നിന്ന് പുഷ്പങ്ങളും കായ്കറികളും കടലിലൂടെ മറ്റു രാജ്യങ്ങളിലേക്ക് കൊണ്ടുപോയിരുന്ന വഴിയായിരുന്നു അത്ര ഇത് ഈ സാഹചര്യത്തിൽ പൂവഴി എന്ന് പിന്നീട് പൂവാറിനായി മാറി എന്നാണ് ചരിത്രം പറയുന്നത്. ചരിത്രപരമായിട്ട് പല കഥകളും ഉണ്ട്. അപ്പോൾ ഒരു മുസ്ലിം വ്യാപാരി മാലിക് ദിനാർ നമ്മളെ അയ്യനോടൊപ്പം ഇന്ത്യയിലെത്തിയപ്പോൾ പൂവാർ വഴിയാണ് അദ്ദേഹം മണ്ണിൽ കാൽ വെച്ചതെന്ന വിശ്വാസവും ചരിത്രത്തിൽ പറയുന്നുണ്ട്. മറ്റൊരു ചരിത്രം പറയുന്നത് മാർത്താണ്ഡവർമ്മ മഹാരാജാവ് തൻ്റെ പിതൃ സഹോദരന്മാരിൽ നിന്നും രക്ഷപ്പെടാൻ ശ്രമിക്കുമ്പോൾ പൂവാറിലേക്ക് തന്നെ ഒളിച്ചോടിയെന്നും അദ്ദേഹം അവിടെ നിന്നാണ് വീണ്ടും തിരിച്ചു വന്ന് തിരുവിതാംകൂർ ഒന്നടങ്കം കീഴടക്കിയതെന്നും ചരിത്രം നിലനിൽക്കുന്നു. പിന്നെ തീരദേശത്ത് കപ്പൽ നിർമ്മാണ കേന്ദ്രമായും ആ സമയത്ത് പൂവാറിന് വിശേഷമുണ്ടായിരുന്നു എന്ന് വിദേശ വ്യാപാരത്തിനത് സുപ്രധാനമായിരുന്നുവെന്നും പറയുന്നു. ഇന്ന് പൂവാർ ദ്വീപ് വിനോദസഞ്ചാരത്തിന് പേരുകേട്ട സ്ഥലമാണ്. കടൽ, നദി, കായൽ, തീരം എന്നിവയുടെ സംഗമ സ്ഥലമായിട്ട് ഇതിനെ ത്രിവേണി സംഗമം എന്നും വിളിക്കാറുണ്ട്. പൂവാറിലെ പ്രധാന ആകർഷണമാണ് ബോട്ടിംഗ് ടൂർ. ടൂറിസ്റ്റുകൾക്ക് വേണ്ടി വിവിധ സമയപരിധിയിലുള്ള, അതായത് 1 മണിക്കൂർ മുതൽ 2 മണിക്കൂർ വരെ ബോട്ടിംഗ് പാക്കേജുകൾ ഒരുക്കിയിട്ടുണ്ട്. ബോട്ടിങ്ങിനുള്ള സുന്ദരമായ കാഴ്ചകൾ, പുഴയും കടലും കായലും ചേരുന്ന സ്ഥലം, പിന്നെ മാംഗ്രോവ് ഫോറസ്റ്റ് കാണാം. പുഴ കടലിലേക്ക് ചേരുന്ന അതിശയകരമായ കാഴ്ച നമുക്ക് കാണാം. ഫ്ലോട്ടിംഗ് റെസ്റ്റോറൻറ്റുകളും റിസോർട്ടുകളും കാണാൻ പറ്റും. വെള്ളത്തിൽ നിലനിൽക്കുന്ന മനോഹരമായ ഹോട്ടലുകൾ, പ്രാചീന ദേവാലയങ്ങൾ, മസ്ജിദുകളൊക്കെ കാണാൻ പറ്റും. തീരദേശ ചരിത്രത്തിൻ്റെ ഭാഗമായ ആധ്യാത്മിക കേന്ദ്രങ്ങൾ, സുന്ദരമായ സ്വർണ്ണ തീരങ്ങൾ, അതായത് നമ്മളെ ഗോൾഡൻ സാൻഡ് ബീച്ച്. ബോട്ട് തുറസായ കടലിലേക്ക് എത്തിച്ചേരുകയും നീണ്ട തീരം കാണാൻ കഴിയുകയും ചെയ്യും. ടിക്കറ്റ് നിരക്ക് ഞാൻ പറഞ്ഞല്ലോ, ഒരു 4 പേർക്ക് 2500 രൂപയാണ്. നമുക്ക് പാക്കേജുകളുടെ അടിസ്ഥാനത്തിൽ വ്യത്യാസപ്പെടാം. പൂവാറിൻ്റെ ശാന്തതയും പ്രകൃതിദത്ത ഭംഗിയും ആസ്വദിക്കാനും ജലസഞ്ചാര സൗന്ദര്യങ്ങൾ കാണാനും പൂവാർ ബോട്ടിംഗ് ഒരു അതുല്യമായ അവസരമാണ്. എലിഫൻറ്റ് റോക്ക് പൂവാറിന് നമുക്ക് കാണാൻ പറ്റുന്ന ഈ കാഴ്ചയിലൂടെ നമുക്ക് കാണാൻ പറ്റും. എലിഫൻറ്റ് റോക്ക് 2 സൈഡും ചെറിയ ചെറിയ ദ്വീപാണ് കേട്ടോ. നമ്മൾ യാത്ര ചെയ്യുമ്പോൾ കാണാം. മൈൻഡ് നല്ലതുപോലെ ഒന്ന് റിലാക്സ് ആയി നിൽക്കുന്നത് നമുക്ക് പോലെ തോന്നും. അതുപോലെ തന്നെ കൊക്കനട്ട് ഐലൻഡും എല്ലാം നമുക്ക് ഈ യാത്രയിൽ നമുക്ക് കാണാൻ കഴിയും. ഇത് വളരെ മനോഹരമായൊരു ഫാമിലി ട്രിപ്പാണ് കേട്ടോ. ചെറിയൊരു ട്രിപ്പാണ് എങ്കിലും നമുക്കത് വളരെ ഹാപ്പി ആയിട്ട് നമ്മൾ മൈൻഡൊക്കെ വളരെയധികം റിലാക്സ് ആയിട്ട് കിട്ടും. നമ്മൾ ആനക്കൊണ്ട സിനിമ എല്ലാവരും കണ്ടിട്ടുണ്ടാവും. നമ്മൾ ഈ ആനക്കൊണ്ട സിനിമ ഷൂട്ട് ചെയ്തിട്ടുള്ളത് ഈ ഐലാൻഡിൽ വെച്ചാണെന്നാണ് പറയുന്നത്. അത് നമുക്ക് മനസ്സിലാവും. പല ഭാഗങ്ങളും യാത്ര ചെയ്യുമ്പോൾ നമ്മൾ ആനക്കൊണ്ട മൂവി നമ്മൾ മനസ്സിലോട്ട് വരും.
അത് പല സ്ഥലങ്ങളും നമുക്ക് കണ്ടോ, കൈതോല, നമ്മൾ പണ്ട് കാലങ്ങളിൽ കണ്ടിട്ടുള്ള കൈതോല ഇവിടെ കാണാൻ പറ്റും. പിന്നെ ഒതളങ്ങ, പണ്ട് കാലത്ത് നമ്മൾ പറഞ്ഞിട്ടുള്ള ഒതളങ്ങ, വിഷക്കായ, ആ വിഷക്കായ ഇവിടെ ധാരാളം ഉണ്ട് കേട്ടോ. അത് വിഷക്കായ നമുക്ക് മാത്രം അത് വിഷക്കായ എന്നുള്ളത് മാത്രമേ ഉപയോഗം അറിയുള്ളൂ. പക്ഷേ ഇത് പെർഫ്യൂംസൊക്കെ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നു എന്ന് പറയപ്പെടുന്നു. പിന്നീട് ഈ യാത്രയിൽ നമ്മളിങ്ങനെ കണ്ടോ, ചെറിയ ചെറിയ ഉള്ളിലൂടെയുള്ള ഈ യാത്ര വളരെ മനോഹരമാണ് കേട്ടോ. പക്ഷി നിരീക്ഷണം, ബേർഡ് വാച്ചിങ്ങും ഒക്കെ ചെയ്യുന്ന ആളുകൾക്ക് രാവിലെ ഇവിടെ വരുന്നത് വളരെ നല്ലതാണ്. രാവിലെ നേരത്ത് വന്ന ഒരുപാട് പക്ഷികൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ അവിടുത്തെ സൗണ്ടും അറ്റ്മോസ്ഫിയറും എല്ലാം വളരെ നമുക്കെന്ന് പറയാൻ നല്ല നമ്മളെ മൈൻഡെല്ലാം നല്ല കാമായി തീരും. യാത്ര ചെയ്യാൻ ഇഷ്ടപ്പെടുന്നവരും പിന്നെ അതുപോലെ തന്നെ പക്ഷി നിരീക്ഷകർ ഒന്ന് വന്ന് നോക്കൂ ഒരു ദിവസം. നിങ്ങൾ വന്നിട്ടില്ലെങ്കിൽ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നമ്മളിതാ ഇവിടെ ബോട്ടിൽ ഇളനീര് കൊടുന്ന് വിൽക്കുന്ന ആളെയാണ് കേട്ടോ ഇവിടെ കാണുന്നത്. അപ്പോൾ നമ്മൾ ഇളനീരൊന്നും കുടിച്ചില്ല, പലരും വെട്ടി കഴിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ വലിയ ചാർജ് ഇല്ല എന്നാണ് കേട്ടോ കേട്ടത് ഇവിടെ ഇളനീരിനൊന്നും. അപ്പോൾ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് ഇറങ്ങിയതിന് ശേഷം ആയതുകൊണ്ട് തന്നെ നമുക്ക് അങ്ങനെ ഒന്നും വേണ്ടായിരുന്നു. ജസ്റ്റ് നമ്മളൊരു യാത്ര എന്ന ഉദ്ദേശത്തോടെ ആയതുകൊണ്ട് നമ്മളൊന്നും വാങ്ങി കഴിക്കുകയൊന്നും ചെയ്തില്ല. പിന്നെ ഇതിലൂടെ ഉള്ള യാത്ര നമുക്ക് പക്ഷി കണ്ടോ, കൊക്കിനെയൊക്കെ കാണാൻ കഴിയും. അതുപോലെ തന്നെ ഈ ബോട്ടിങ് ചെയ്യുന്ന നമുക്ക് ആ ചേട്ടൻ നമുക്ക് അവിടുത്തെ കാര്യങ്ങളെല്ലാം പറഞ്ഞു തരുന്നുണ്ട് കേട്ടോ. നമ്മൾ ഈ കാണുന്ന ബ്രിഡ്ജ് എന്ന് പറയുന്നത് ഓരോ പ്രൈവറ്റ് റിസോർട്ടിലോട്ടുള്ള ബ്രിഡ്ജാണ്. ഓരോ ആളുകൾക്കും അവരുടെ റിസോർട്ടിലോട്ട് വരാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ബ്രിഡ്ജ് പണിതിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അവരുടെ വണ്ടി അങ്ങനെ കയറി വരാൻ വേണ്ടിയിട്ടാണത് പണിതിരിക്കുന്നത്. അപ്പോൾ അവരുടെ ഹോം സ്റ്റേയും ഉണ്ട്. അതുപോലെ ഓരോ ഹോം സ്റ്റേക്കും അവരുടെ ബോട്ടിങ്ങിൽ നമുക്കിത് കൊണ്ടുപോയി കാണിച്ചു തരും. അപ്പോൾ നമുക്ക് അവരെ ചാർജും അവരുടെ ഡീറ്റെയിൽസും ഒന്നും അറിയില്ല. ജസ്റ്റ് നമ്മൾ യാത്ര ചെയ്യുന്ന സമയത്ത് കണ്ടാണ്. അത് സരോവർ എന്ന് പറയുന്ന ഒരു ഹോം സ്റ്റേ ആണ് നമ്മളപ്പോൾ കണ്ടത്. അവരുടെ ബ്രിഡ്ജാണ് കേട്ടോ അത്. അതുപോലെ ഇത് ജീവ എന്ന് പറയുന്ന ഒരു ഹോം സ്റ്റേ ആണ്. അതുപോലെ ഒരുപാട് ഹോം സ്റ്റേകൾ നമ്മൾ ഈ റിവർ സൈഡിൽ ഇങ്ങനെ യാത്ര ചെയ്യുന്ന സമയത്ത്, ബോട്ടിങ്ങിൻ്റെ സമയത്ത് നമുക്ക് കാണാൻ സാധിക്കും കേട്ടോ. അപ്പോൾ നമ്മൾ വന്ന് സ്റ്റേ ചെയ്യാത്തത് കൊണ്ട് തന്നെ നമ്മൾ അതിനെക്കുറിച്ച് പറയാൻ ഇപ്പോൾ ആഗ്രഹിക്കുന്നില്ല. കാരണം നമുക്ക് എന്താണ് അവിടുത്തെ ഡീറ്റെയിൽസ് എന്നും അവിടെ ചാർജ് എന്താണെന്നൊന്നും നമുക്കറിയില്ല. അപ്പോൾ വരേണ്ടവർക്ക് നിങ്ങൾക്ക് വിളിച്ച് നോക്കിയിട്ട് വരാം കേട്ടോ. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് അവർ പറഞ്ഞു തരും എങ്ങനെയാണ് എന്താണ് ഡീറ്റെയിൽസ് എന്നൊക്കെ കേട്ടോ. അപ്പോൾ ഞങ്ങൾ 2 മണിക്കൂർ യാത്രയാണ് നമ്മൾ ഇവിടെ ചെയ്തിട്ട് ഒരു ബോട്ടിങ് ഇവിടെ ഇഷ്ടംപോലെ ഇതൊന്നും ഇല്ല കേട്ടോ. ഇഷ്ടംപോലെ ബോട്ട് ക്ലബ്ബുകളുണ്ട്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് കോവളം വരെ വന്നാൽ തന്നെ, കോവളം പൂവാർ റോഡിന് വരുമ്പോൾ തന്നെ നമ്മൾ അവിടെ ഒരുപാട് ആളുകൾ ഇതിങ്ങനെ നിൽക്കുന്നുണ്ടാവും. അപ്പോൾ നമുക്കതിൽ ഇഷ്ടമുള്ള ഒരു സ്ഥലത്ത് കയറിയിട്ട് നമ്മൾ ബോട്ടിങ് ചെയ്തിട്ട് വരാം കേട്ടോ. ബോട്ടിങ് എന്തായാലും നിങ്ങളിപ്പോൾ ഈ കാണുന്നത് കണ്ടോ, ഇതെന്താണെന്നറിയോ? ഇതാണ് ടെട്രാപോഡ്. ടെട്രാപോഡ് എന്താണെന്ന് വെച്ചാൽ പലർക്കും അറിയാം. അറിയാത്ത ആളുകൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഈ പറയുന്നത്. കടൽക്ഷോഭത്തിനെ തടയുന്നതിനുള്ള ആധുനിക ടെക്നോളജിയാണ് ടെട്രാപോഡ്. അതായത് ടെട്രാപോഡ് തീരസംരക്ഷണത്തിനായിട്ട് ഉപയോഗിക്കുന്ന ഒരു പ്രത്യേകമായ കോൺക്രീറ്റ് ബ്ലോക്കാണ്. വലിയ തിരകളുടെ ശക്തി കുറയ്ക്കാനായിട്ട് തീരത്ത് ഇത് സ്ഥാപിക്കുന്നു. ടെട്രാപോഡ് എന്ന വാക്ക് യഥാർത്ഥത്തിൽ 4 കാലുകളുള്ള ജീവി എന്നതിൽ വന്നത്. എന്താണെന്ന് വെച്ചാൽ ടെട്ര എന്ന് പറഞ്ഞാൽ 4 എന്നും പോഡ് എന്ന് പറഞ്ഞാൽ ഫൂട്ട് എന്നാണ്. ഇതിൻ്റെ ഡിസൈൻ എന്ന് പറയുന്നത് വലിയ എക്സ് പോലെയാണ്. ഇത് ഞാൻ വീഡിയോയുടെ അവസാന ഭാഗത്ത് ഇതിൻ്റെ ഫോട്ടോ ഒരു 3D പിക്ചർ പിൻ ചെയ്തിടാം കേട്ടോ. ഒരു വലിയ എക്സ് പോലെയാണ്, 4 വശത്തേക്ക് നീളുന്ന പാളിയിലുള്ള ഒരു പാളിയുള്ള പോലെയാണ് ഇതിൻ്റെ ഡിസൈൻ. അതായത് തുല്യഭാരം വിതരണം ചെയ്യുന്ന ഡിസൈൻ തിരകളെ എല്ലാ ദിശകളിലേക്കും ചിതറിക്കാൻ സഹായിക്കുന്നു എന്നാണ് പറയുന്നത്. ടെട്രാപോഡുകൾ പരസ്പരം ചേർന്നുകൊണ്ട് എളുപ്പത്തിൽ നീങ്ങുകയോ വീഴുകയോ ചെയ്യില്ല. ജലപ്രവാഹം തടയുന്നില്ല, തിരിച്ചൊഴുക്കുന്നു. അതിനാൽ അതിൻ്റെ ഇറോഷൻ കുറവാണെന്നാണ് പറയുന്നത്. നമ്മൾ ഈ കാണുന്നത് കണ്ടോ, ഇതൊക്കെയാണ് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഇവിടെ ഒരുപാട് ഫ്ലോട്ടിംഗ് വില്ലാസ് ഉണ്ടെന്ന്. അപ്പോൾ നമ്മൾ ഈ യാത്ര ചെയ്തത് നല്ല മഴ പെയ്ത സമയത്തായിരുന്നു. മഴ പെയ്ത് നമ്മൾ ജൂൺ 1-ാം തീയതി, അത് മഴയൊക്കെ ഒന്ന് വിഡ്രോ ചെയ്തതിൻ്റെ സമയത്താണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ജൂൺ 1-ാം തീയതി ആയിരുന്നു നമ്മൾ ഈ യാത്ര ചെയ്തത് കേട്ടോ. മോൻ്റെ ബർത്ത്ഡേ എന്ന് പറയുന്നത് മെയ് 26-നായിരുന്നു. അന്ന് നമുക്ക് സത്യം പറഞ്ഞാൽ യാത്ര ചെയ്യാനും ഒന്നും പറ്റിയിരുന്നില്ല. അപ്പോൾ നമ്മൾ അതിന് പകരമായിട്ടൊരു സൺഡേ ഒഴിവ് ദിവസം നോക്കിയിട്ടാണ് കേട്ടോ നമ്മൾ ഇവിടേക്ക് യാത്ര തിരിച്ചത്. അപ്പോൾ ജൂൺ 1-ാം തീയതി ആയിരുന്നു നമ്മളെ ഈ യാത്ര. അപ്പോഴത്തേനും മഴയൊക്കെ ഒന്ന് വിഡ്രോ ഒക്കെ ചെയ്ത്, പക്ഷേ ആ മഴ പെയ്തതിന് ശേഷം ഉണ്ടാകുന്ന ഒരു ക്ലൈമറ്റ് ഉണ്ടല്ലോ, ആ സമയത്തൊന്ന് യാത്ര ചെയ്യാൻ പറഞ്ഞാൽ വേറൊരു വൈബാണേ.
അപ്പോൾ നല്ല രസമുണ്ടായിരുന്നു ആ സമയത്ത് യാത്ര ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ അതുപോലെ നമ്മൾ ഫ്ലോട്ടിംഗ് വില്ലാസൊക്കെ ഉണ്ട്. ഈ ഫ്ലോട്ടിംഗ് വില്ലാസ് വെള്ളത്തിൽ ഒരു 4 സൈഡിലും വലിച്ച് കെട്ടിയിറക്കാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒഴുകി നടക്കുന്നൊന്നുമില്ല, അവിടെ തന്നെ വെള്ളത്തിൽ സ്ഥിതി ചെയ്യുകയാണ് കേട്ടോ ചെയ്യുന്നത് ഈ ഫ്ലോട്ടിംഗ് വില്ലാസ്. അപ്പോൾ ഒരുപാട് ഫ്ലോട്ടിംഗ് വില്ലാസ് ഉണ്ട്. ഫ്ലോട്ടിംഗ് വില്ലാസ് എങ്ങനെയാണ് ബുക്ക് ചെയ്യുന്നത് എന്നൊന്നും നമുക്ക് വലിയ ഐഡിയ ഒന്നുമില്ല. അപ്പോൾ നമ്മൾ യാത്രയിൽ പകർത്തിയതാണ് കേട്ടോ ഫ്ലോട്ടിംഗ് വില്ലാസ്. ഇവിടെ നിന്ന് ആ എൻഡ് വരെ കണ്ടോ ഫ്ലോട്ടിംഗ് വില്ലാസാണുള്ളത്. കാണാനൊക്കെ നല്ല ഭംഗിയുണ്ട്. അതിൻ്റെ ഫ്രണ്ടിലൊക്കെ ചെയറൊക്കെ ഇട്ടിട്ട് നമുക്ക് ഇരുന്ന് ആസ്വദിക്കാൻ പറ്റുന്ന രീതിയിലാണ് വില്ലാസ് പണിതിട്ടുള്ളത്. ഉള്ളിലൊക്കെ ചോദിച്ചപ്പോൾ ബോട്ടിങ് ചെയ്യുന്ന ചേട്ടനോട് ചോദിച്ചപ്പോൾ പറഞ്ഞത് അതിൻ്റെ ഉള്ളിലൊക്കെ നമ്മൾ സാധാ വീട് പോലെ ടൈലൊക്കെ ഇട്ട് നല്ല സെറ്റപ്പാണെന്നാണ് പറഞ്ഞത് കേട്ടോ. അപ്പോൾ നമ്മൾ ഉള്ളിലൊന്നും കയറിയിട്ടില്ല. നല്ല താഴത്തേക്ക് ഉള്ള ഒരു പോളോ പോലെ എക്കോ പോലെ ഉള്ളതോളം, പക്ഷേ ഉള്ളിൽ കയറുമ്പോൾ ശരിക്കും പറഞ്ഞാൽ അത് നല്ല രീതിക്ക് തന്നെയാണ് നമ്മളൊരു സാധാ വീട്ടിലെങ്ങനെയാണോ അതുപോലെ തന്നെയാണ് അതിൻ്റെ ഉള്ളിലുള്ളത് എന്നാണ് പറയുന്നത് കേട്ടോ. പിന്നെ അത് ഒരുപാട് നമ്മൾ അഴിയുടെ അടുത്ത് എത്താനായി. അപ്പോൾ അഴിയുടെ അടുത്ത് എത്തുമ്പോഴത്തേക്കും നമുക്ക് ഒരുപാട് നല്ല കാഴ്ചകളാണ് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഒരുപാട് ആളുകളും ബോട്ടിങ്ങും എല്ലാം ഇവിടെ കാണാം. പക്ഷെ അത്ര എല്ലാം നമ്മൾ സാധാരണ ബീച്ചിൽ കാണുന്ന അത്ര തിരക്കൊന്നും ഇല്ല കേട്ടോ ഇവിടെ. നല്ല അതുപോലെ തന്നെ അത്ര തിരക്കില്ലാത്തതുകൊണ്ട് തന്നെ ഇവിടെ എന്താണ് മാലിന്യങ്ങളും വേസ്റ്റും ഒക്കെ കുറവാണ് കേട്ടോ. നമുക്ക് ആ ബീച്ചിലോട്ട് പോകുമ്പോൾ തന്നെ നിങ്ങൾക്കത് മനസ്സിലാവും. അപ്പോൾ നമ്മളിപ്പോൾ ദൂരെ നിന്ന് നോക്കുമ്പോൾ ഒരു പാറ കാണുന്നില്ലേ, ആ പാറയാണ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും എലിഫൻ്റ് റോക്ക്. പൂവാറിൻ്റെ പ്രകൃതിദത്ത വിസ്മയമായ എലിഫൻ്റ് റോക്കാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ നമ്മൾ ബോട്ട് അതിനടുത്തോട്ട് എടുക്കുന്നുണ്ട്. ആ സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാവും ഒരു ശരിക്കും പറഞ്ഞാൽ ഒരു ആന കിടക്കുന്ന പോലെ തന്നെയാണ് കേട്ടോ ആ റോക്ക് കാണുന്നത്. അപ്പോൾ നമ്മൾ ബോട്ട് ആ സൈഡിലോട്ട് പോയിട്ടാണ് കേട്ടോ എടുക്കുന്നത്. നമുക്ക് കാണാൻ കഴിയും അതിൻ്റെ ഒരു ആംഗിളിൽ നിന്ന് നോക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു ആന കിടക്കുന്നത് പോലെ തന്നെയുണ്ട്. അപ്പോൾ നമ്മൾ ആ ബോട്ട് ആ എലിഫൻ്റ് റോക്കിൻ്റെ അടുത്തോട്ടാണ് കേട്ടോ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ പ്രകൃതിയുടെ വിസ്മയം എന്നൊക്കെ പറയാം ഈ എലിഫൻ്റ് റോക്ക് എന്ന് പറയുന്നത്. പൂവാറിലൊരു പ്രകൃതിദത്ത പാറയാണത്. നമ്മൾ ദൂരത്തുനിന്ന് നോക്കുമ്പോൾ ശരിക്കും ഒരു ആനയെ പോലെയാണ് അതിൻ്റെ രൂപം. അതിനാൽ തന്നെ ഈ പാറയ്ക്ക് എലിഫൻ്റ് റോക്ക് എന്ന പേര് ലഭിച്ചത്. ഈ കാണുന്നത് എന്താണെന്നറിയോ നിങ്ങൾക്ക്? നമ്മളുടെ കൊച്ചിയിൽ നടന്ന ഷിപ്പ് അപകടത്തിൽ നിന്ന് വന്ന കണ്ടെയ്നറാണ് കേട്ടോ അത്. അപ്പോൾ നമുക്ക് ഈ യാത്രയിൽ ആ കണ്ടെയ്നർ കൂടെ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ സാധിച്ചു. അപ്പോൾ നമ്മൾ ഗോൾഡൻ സാൻഡ് ബീച്ചിലോട്ട്, അതായത് തിരുവനന്തപുരത്തുള്ള ഗോൾഡൻ സാൻഡ് ബീച്ചിലോട്ടാണ് നമ്മൾ കൊച്ചിയിൽ നിന്നുള്ള ആ കണ്ടെയ്നർ എത്തിയിരിക്കുന്നത്. ഒറ്റ കണ്ടെയ്നർ തന്നെ അവിടെ കിടക്കുന്നുള്ളൂ കേട്ടോ. അപ്പോൾ അതാകെ തിരയിലൊക്കെ പെട്ട് ആകെ നാശമായിട്ടാണ് കേട്ടോ കിടക്കുന്നത്. അപ്പോൾ ആ കണ്ടെയ്നർ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് കാണാൻ സാധിച്ചു എന്ന് വിചാരിക്കുന്നു. നമ്മൾ കുറച്ച് ദൂരത്തു നിന്നാണ് കേട്ടോ അത് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ബോട്ട് ഇവിടെ നിന്ന് നമ്മൾ ഗോൾഡൻ സാൻഡ് ബീച്ചിലോട്ട് എത്തി കേട്ടോ. അപ്പോൾ നമ്മളിനി അവിടെ ബോട്ട് കയറ്റിയതിന് ശേഷം നമ്മൾ അവിടെ വെള്ളത്തിൽ കളിക്കാനൊന്നും അനുവദിക്കില്ല. അപ്പോൾ അത്രയും ശക്തമാണ് അവിടുത്തെ തിരകളെല്ലാം. അപ്പോൾ നമുക്ക് അവിടെ ചെന്നിട്ട് ജസ്റ്റ് അവിടുത്തെ ഫോട്ടോസ് എടുക്കാനും അങ്ങനെ കുതിര സഫാരിയൊക്കെയാണ് കേട്ടോ സമ്മതിക്കുള്ളൂ. നിങ്ങൾക്ക് ആ കണ്ടെയ്നർ കാണാം ഈ വീഡിയോയിൽ ഉണ്ടോ. കുറച്ചും കൂടി നമ്മൾ ആ ആംഗിളിലൂടെ വരുമ്പോൾ എടുത്തിട്ടുണ്ട് ആ കണ്ടെയ്നർ. ഇത് കഴിഞ്ഞാൽ നിങ്ങൾ ഈ കാണുന്നതെല്ലാം റെസ്റ്റോറൻറ്റ്സ് ഒക്കെയാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഈ സൈഡിലൊക്കെ റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്. ഫുഡ് കഴിക്കേണ്ടവർക്കൊക്കെ ഫുഡ് കഴിക്കാം. അപ്പോൾ നമ്മൾ ബോട്ട് ബീച്ചിലോട്ട് എത്തി. അപ്പോൾ അത്ര വലിയ തിരക്കൊന്നുമില്ല കേട്ടോ ബീച്ചിൽ. പിന്നെ സൺഡേ ആയതുകൊണ്ടാണ് ഈ ഒരു സമയം നമ്മൾ വന്നത് ഒരു വൈകുന്നേര സമയത്തേക്കാണ് എത്തിയത്. അപ്പോൾ ആ ഒരു സമയത്ത് അത്ര വലിയ തിരക്കൊന്നും അവിടെ നമ്മൾ കണ്ടില്ല. അതുകൊണ്ട് തന്നെ ആ ബീച്ച് നല്ല വൃത്തിയുമാണ് കേട്ടോ. അങ്ങനെ ഒരുപാട് ആളുകൾ എത്തിച്ചേരുന്ന സ്ഥലം അല്ലാത്തതുകൊണ്ടായിരിക്കാം അവിടെ അങ്ങനെ പ്ലാസ്റ്റിക് മാലിന്യങ്ങളോ ഒന്നുമില്ല. ഇങ്ങനെ കുതിര സഫാരി ഉണ്ട്, അതേപോലെ ഒട്ടക സഫാരി ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഒക്കെ ചെയ്യണമെങ്കിൽ അവിടെ നിന്ന് ചെയ്യാം. നമ്മളതൊന്നും ചെയ്തില്ല. നമ്മളവിടെ നിന്ന് അവിടുത്തെ പ്രകൃതിയൊക്കെ ബീച്ചും എല്ലാം കണ്ട് നമ്മൾ ഫോട്ടോസ് എല്ലാം എടുത്തതിന് ശേഷം നമ്മൾ അവിടെ നിന്ന് തിരിച്ചു. കുറച്ച് നേരം അവിടെ നിന്നുള്ളൂ. അവിടെ കയറൊക്കെ കെട്ടിയിട്ട് തിരിച്ചിട്ടുണ്ട്. അങ്ങനെ ബീച്ചിലോട്ട് ഇറങ്ങാനൊന്നും പറ്റില്ല. നമ്മൾ അവർ ആ കയറ് കെട്ടിയ അവിടെ നിന്നിട്ട് നമുക്ക് ആ ബീച്ച് കാണാനേ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ അത്രയും കഴിഞ്ഞതിന് ശേഷം വന്നു. അത് കണ്ട തിരയൊക്കെ നല്ല ശക്തമായ രീതിക്ക് തന്നെയാണ് തിര ഉള്ളത്. നിങ്ങൾക്ക് കാണാൻ കണ്ടോ കയറിങ്ങനെ കെട്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളെല്ലാവരും അവിടെ നിന്നതിന് ശേഷമാണ് കേട്ടോ ഈ ബീച്ച് കാണുന്നത്. അതിന് ശേഷം നമ്മൾ
തിരിച്ചു. അപ്പോൾ അവിടെ കുറേ റെസ്റ്റോറൻറ്റുകളൊക്കെ കാണാം നിങ്ങൾക്ക്. ഈ റെസ്റ്റോറൻറ്റുകളെല്ലാം ഫുഡ് കഴിക്കേണ്ട ആളുകൾക്ക് നമ്മൾ പറയുകയാണെങ്കിൽ നമ്മളെ ബോട്ടിലെ ആൾ അവിടെ കൊണ്ടുപോയി നിർത്തി തരും. നമ്മളടുത്ത് ചോദിച്ചു കേട്ടോ നിങ്ങൾക്ക് ഫുഡ് കഴിക്കണം എന്ന് ചോദിച്ചപ്പോൾ നമ്മൾ വേണ്ടാന്ന് തന്നെ പറഞ്ഞ്. കാരണം ആർക്കും വിശക്കുന്നുണ്ടായിരുന്നില്ല. നമ്മൾ അടിപൊളി ഒരു പിറന്നാൾ ഫുഡൊക്കെ കഴിച്ചിട്ടല്ലേ ഇറങ്ങിയത്. പിന്നെ നമുക്ക് അങ്ങനെ വിശപ്പൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ വേണ്ടാന്ന് പറഞ്ഞു. ശരവണ ഭവൻ്റെ റെസ്റ്റോറൻറ്റ്, പഞ്ചാബി ധാബ, അങ്ങനെ ഒരുപാട് റെസ്റ്റോറൻറ്റ്സൊക്കെ നമുക്ക് അവിടെ കാണാം. അവിടെ ലൈവ് ഫിഷ് ഒക്കെ പിടിച്ച് നമുക്ക് അപ്പം തന്നെ ഫ്രൈ ചെയ്ത് കൊടുക്കുന്നു എന്നൊക്കെ പറഞ്ഞു. പക്ഷെ നമുക്കങ്ങനെ വലിയ മൂഡൊന്നും ഉണ്ടാവില്ല ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ വേണ്ടാന്ന് പറഞ്ഞു. പിന്നെ ഇതാ നമ്മൾ ബോട്ടിംഗ് യാത്ര കഴിഞ്ഞു കേട്ടോ. അങ്ങനെ നമ്മളെ ബോട്ടിംഗ് യാത്ര അവസാനിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ബോട്ടിംഗ് അനുഭവം ഇഷ്ടപ്പെട്ടു എന്ന്, ഈ പൂവാറിൻ്റെ മനോഹാരിതയിൽ മനസ്സ് നിറഞ്ഞു എങ്കിൽ നമ്മളെ ചാനൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കില്ലല്ലോ. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. പിന്നെ ഞാനിതിൽ നമ്മളെ ടെട്രാപോഡിൻ്റെ 3D പിക്ചർ കാണാത്ത ആളുകൾക്ക് വേണ്ടിയിട്ട് അതിൻ്റെ 3D പിക്ചറാണ് കേട്ടോ ഇതിൽ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കത് ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.